നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് BJP നടത്തിയത്. ന്യൂനപക്ഷ വോട്ടുകളുടെ കുത്തൊഴുക്കുണ്ടായതുകൊണ്ട് UDF പിടിച്ചു നിന്നെങ്കിലും തകർന്ന് തരിപ്പണമായത് ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ അടിത്തറയായ പല വോട്ട് ബാങ്കുകളിലും വിള്ളലുണ്ടായ സാഹചര്യമാണ് തുടർന്ന് കണ്ടത്. ഇടതുപക്ഷത്തിന്റെ പച്ചയായ ന്യൂനപക്ഷ പ്രകടനത്തിൽ മനസ്സ് മടുത്താണ് പല ഉറച്ച സഖാക്കളും ഇനി BJP അല്ലാതെ മറ്റൊരു ആശ്രയമില്ലെന്ന് മനസ്സിലാക്കി മാറ്റിക്കുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാടമ്പി മനോഭാവവും ധാർഷ്ട്യവും മറ്റൊരു ഘടകമായി. ഇത്തരത്തിൽ BJPക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം പരമാവധി പ്രയോജനപ്പെടുത്തി മലബാറിലെ ഇടത് കോട്ടകളിൽ കൊടുങ്കാറ്റാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ BJP. ദേശീയ നിർവാഹക സമിതി അംഗം മുൻ സംസ്ഥാന പ്രസിഡന്റുമായ PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലായിരിക്കും മലബാറിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ BJP നടപ്പിലാക്കാൻ പോകുന്നത്. ഇതോടുകൂടി ദശകങ്ങളായി പാർട്ടിയെ ഉറപ്പിച്ചു നിർത്തിയ ശക്തി ദുർഗകളിൽ നിന്ന് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലിടറുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് BJPക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുവാനുമാണ് BJPയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് അടക്കമുള്ള CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും BJPക്ക് കൂടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകളാണ്. ഇത് ജനവികാരം BJPക്ക് അനുകൂലമായി മാറുന്നതിന്റെ വലിയ സൂചനയാണ്. CPM-ന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിള്ളൽ വീണിരുന്നു. അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയും ആറ്റിങ്ങലുമെല്ലാം BJPക്ക് കിട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടേതും ഇടതുപക്ഷത്തിന്റെയും ന്യൂനപക്ഷ പ്രകടനം ആണിതിന് കാരണം എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് വ്യാപക വിമർശനമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ചില മത നേതാക്കളുടെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനെ പിന്താങ്ങിക്കൊണ്ട് BJP രംഗത്ത് വന്നിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരായ CPM വിമർശനങ്ങളെ തുടർന്നും BJP നേതൃത്വം ശക്തമായി പ്രതിരോധിക്കും എന്ന നിലപാടുമായാണ് ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇതിനു പുറമെയാണ് മലബാർ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കും. ഏകോപന ചുമതല PK കൃഷ്ണദാസിനാണ്. CPM-ൽ അതൃപ്തരായ പ്രാദേശിക നേതാക്കൾക്ക് BJP സ്വാഗതമേകും. തോൽവിക്ക് പിന്നാലെ CPM-ൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി കോൺഗ്രസിന് ഗുണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കാനാണ് BJP നീക്കം. ഇതോടുകൂടി ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തോട് വിയോജിച്ചു നിൽക്കുന്ന വോട്ടുകൾ സ്വന്തമാക്കാനും അടിത്തറ ശക്തമാക്കാനും തന്നെയാണ് BJP ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ഹിന്ദു വിരുദ്ധ നയങ്ങളിൽ മനമെടുത്ത സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ഇനി BJP അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.